പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വിധി പറയും. അല്പസമയത്തിനകം തന്നെ വിധിപ്രസ്താവം ഉണ്ടാകും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിത നൽകിയ പരാതിയിന്മേൽ കീഴ്ക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളയുന്ന സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. അറസ്റ്റ് തടയുന്നതിന് ആവശ്യമുള്ള ഹർജി സമർപ്പിച്ചുവെങ്കിലും അതും അംഗീകരിക്കപ്പെട്ടിരുന്ന സാഹചര്യം അല്ല ഉള്ളത്. ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. നേരത്തെ ഹൈക്കോടതി അതിജീവിതയുടെ ആദ്യത്തെ പരാതിയിൽ അറസ്റ്റ് തടയുന്ന സാഹചര്യം, അതായത് ഇനി വിശദമായി വിഷയം പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് തടയുന്ന സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ രണ്ടാമത്തെ പരാതിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വാദങ്ങൾ നടന്നിരുന്നു. അതായത് ഹോം സ്റ്റേയിലെ പീഡനവുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ആണ് നടന്നത്. ആ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ പോകുന്നതേ ഉള്ളൂ എങ്കിൽ പോലും കോടതി ചില വാക്കാൽ പരാമർശങ്ങൾ അടക്കം നൽകിയിട്ടുള്ള പശ്ചാത്തലമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കർശനമായ നടപടികളിലേക്ക് അന്വേഷണ സംഘം പോകരുത് എന്നുള്ളതാണ്. അതൊരു പരിധിവരെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസകരമാകുന്ന ഒന്ന് എന്ന് തന്നെ പറയാം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടുകയാണെങ്കിൽ അറസ്റ്റ് പോലെയുള്ള നടപടികൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറത്ത് കൂടുതൽ കർശനമായ നടപടി അന്വേഷണ സംഘത്തിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒപ്പം പ്രതിഭാഗത്തിന്റെ ഒരു ആവശ്യം എന്നത് അറസ്റ്റ് തടയണം എന്നുള്ളതാണ്. എന്നാൽ പ്രോസിക്യൂഷന്റെ വാദം എന്നത് അങ്ങനെ അറസ്റ്റ് തടയാൻ ജില്ലാ കോടതിക്ക് അധികാരം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു വിധി പ്രസ്താവം ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നറിയില്ല. അതൊരു സാങ്കേതികമായ വിഷയം ആണ്. നിയമരംഗത്തെ വിദഗ്ധർക്ക് അറിയാൻ പറ്റുന്ന ഒന്നാണ്. അറസ്റ്റ് തടയാൻ ജില്ലാ കോടതിക്ക് സാധിക്കുമോ എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നത് ഈ യുവതിയുടെ മൊഴി ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ രണ്ടാമത്തെ പരാതിക്കാരി എന്നത് 23 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി പരാതി നൽകിയത് പോലീസ് സംവിധാനത്തിനായിരുന്നില്ല, KPCCക്കായിരുന്നു ഇമെയിൽ വഴി പരാതി നൽകിയത്. പക്ഷേ അതിൽ ഐഡന്റിറ്റി വ്യക്തമാക്കിയിരുന്നില്ല. ആരുടേത് എന്ന വ്യക്തതയില്ലാത്ത ഒരു ഇമെയിൽ ആണ് വന്നിട്ടുള്ളത്. പക്ഷേ ഗുരുതരമായ ആരോപണങ്ങളാണ് അതിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പരാതിക്കാരി അന്വേഷണ സംഘം ബന്ധപ്പെടുകയും അതുപ്രകാരം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ആ മൊഴിയുടെ വിശദാംശങ്ങൾ ആണ് ഇതിനോടകം തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. ആ മൊഴിയുടെ വിശദാംശങ്ങൾ എന്ത് എന്നത് പരിശോധിക്കുമ്പോഴാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ആണ് രാഹുൽ മാങ്കൂട്ടം ബന്ധപ്പെട്ടത്. ആദ്യം ഇൻസ്റ്റഗ്രാമിലൂടെ സന്ദേശം അയക്കുകയായിരുന്നു. അതും രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ടേക്ക് അയച്ചു എന്നാണ് ഈ മൊഴിയിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഹസ്യ സ്വഭാവമുള്ള കേസാണ്. ലഭിക്കുന്ന ഇൻപുട്ടുകൾ മാത്രമാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. ഇത് അത്രമേൽ ആധികാരികം എന്ന് പറയുന്നില്ല. എന്തായാലും ടെലിഗ്രാം അക്കൗണ്ട് ചോദിച്ചു വാങ്ങി എന്നുള്ള ആക്ഷേപവും ഈ മൊഴിയിൽ ഉണ്ട് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് ചോദിച്ചു വാങ്ങിയത് എന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത്. ഇനിയുള്ളതാണ് ഗൗരവതരമാകുന്ന ഒന്ന്. വിവാഹ വാഗ്ദാനം നൽകി എന്നതാണ്. ഈ പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകിയും അങ്ങനെ വിവാഹ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി നേരിൽ കാണണമെന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടി രാഹുലിൻ്റെ അടുക്കെ എത്തിയത് എന്നും രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്ന് താൻ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് പ്രൈവസിയുടെ പ്രശ്നം പറയുകയും അങ്ങനെ സംസാരിക്കുന്നതിന് വേണ്ടി ഹോം സ്റ്റേയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. ഈ ഹോം സ്റ്റേയിൽ വെച്ചാണ് പീഡിപ്പിച്ചത് എന്നാണ് ഈ പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത് എന്നതാണ് അറിയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള വാദങ്ങൾ ആണ് ഇപ്പോൾ പ്രധാനമായും കോടതിയിൽ നടക്കുന്നത്. ആ വാദത്തിന്മേൽ എന്തു വിധി വരും എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് ജാമ്യത്തിന് അനുമതി ലഭിച്ചാൽ, മുൻകൂർ ജാമ്യം ലഭിച്ചാൽ പിന്നീട് രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. നിലവിൽ അതിജീവിതയുടെ പരാതിയിൽ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതോടൊപ്പം ഈ പരാതിയിൽ ജാമ്യവും ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങുക തന്നെ ചെയ്യും. അന്വേഷണ സംഘവുമായി സഹകരിക്കുമെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. TG സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, അല്പസമയത്തിനകം തന്നെ ഇതിലൊരു വിധി പ്രസ്താവം ഉണ്ടാകും എന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? അഭിലാഷ്, സമയം 11 മണിയാകുന്നു. 11 മണിയായി ആദ്യ കോടതി ചേരുമ്പോൾ ആദ്യ കേസായി തന്നെ ഇത് പരിഗണിക്കാനാണ് സാധ്യത. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായകമാവുന്ന കോടതിയുടെ തീരുമാനമാണ് ഇത് വരാൻ പോകുന്നത്. കാരണം ആദ്യ കേസിൽ ഹൈക്കോടതി നൽകിയ മുൻകൂർ ജാമ്യ അപേക്ഷ അത് പരിഗണിക്കുക അനുകൂല തീരുമാനമുണ്ടായതോടുകൂടി
രാഹുലിനെ ആശ്വസിക്കാൻ വകയുണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ടാമത്തെ കേസിൽ രാഹുലിന് ഇന്നത്തെ കേസിൽ വിധി പറയുമ്പോൾ അത് അങ്ങേയറ്റം നിർണായകമായി മാറുകയാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചത് 10 ദിവസമായി ഒളിവിൽ കഴിയുന്ന രാഹുലിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അറസ്റ്റിന് വഴങ്ങേണ്ടി വരുമോ അല്ലെങ്കിൽ കീഴടങ്ങേണ്ടി വരുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് ഇന്നുണ്ടാവാൻ പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ച വിവരങ്ങൾ അത് പ്രോസിക്യൂഷൻ പ്രത്യേക കവറിലാക്കി കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. അതായത് ആദ്യം ഇത് മുഖമില്ലാത്ത പരാതിയാണ്, വെറും ഒരു ഇമെയിലിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നടക്കുന്ന അന്വേഷണമാണ് എന്ന വാദം ഉന്നയിച്ച രാഹുലിന് മുന്നിൽ വെല്ലുവിളിയാവുന്നത് പ്രോസിക്യൂഷന്റെ ഈ നീക്കമാണ്. അതായത് പരാതിക്കാരിയുടെ പേരുവിവരങ്ങളുണ്ട്, അവരുടെ മൊഴിയുണ്ട്, ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്ന ആ മൊഴിയുടെ വിശദാംശങ്ങളൊക്കെ കോടതിയുടെ പരിഗണനയിലുണ്ട്. ഒപ്പം ചില തെളിവുകളടക്കം പ്രോസിക്യൂഷൻ കോടതിക്ക് കൈമാറി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ലഭ്യമാവുന്ന വിവരം. അങ്ങനെയെങ്കിൽ രാഹുലിന് മുന്നിൽ നിർണായകമാണ് ഈ കേസ്. ഒരുപക്ഷെ ആദ്യമുണ്ടായ കേസിനേക്കാൾ കൂടുതൽ ഗുരുതരമായ കേസായി ഇപ്പോഴത്തെ ഈ ആക്ഷേപങ്ങൾ മാറുന്നുണ്ട് എന്നതാണ്. അതിന്റെ തെളിവുകൾ എത്ര കണ്ട് പ്രോസിക്യൂഷന് കോടതിക്ക് മുന്നിൽ വെക്കാൻ കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ നിർണായകമായി വിധി വരാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ ഇന്ന് അന്തിമ തീർപ്പ് പറയുന്നവരെ മാത്രമാണ് നോട്ട് ടു അറസ്റ്റ് ഹർജി അനുവദിച്ചത്. അതായത് ഇന്ന് ഇതിൽ അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് നിർണായകമാണ്. രാഹുലിനെതിരായ നീക്കമാണ് ഉണ്ടാവുന്നതെങ്കിൽ സ്വാഭാവികമായും അറസ്റ്റ് അല്ലെങ്കിൽ കീഴടങ്ങൽ ഈ രണ്ട് സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇനിയും ഒളിവിൽ കഴിയാൻ അല്ലെങ്കിൽ മറ്റൊരു സാധ്യത രാഹുലിന് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. അത്തരം ഒരു നീക്കത്തിന് രാഹുൽ തയ്യാറാകുമോ, അതല്ല അതിനു മുമ്പ് അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുമോ എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. ഒരു കാര്യം കൂടി ആവർത്തിക്കാം, നാളെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, രണ്ടാം ഘട്ടം. അതിനു മുമ്പ് ഒരു നീക്കം അങ്ങനെ ഉണ്ടാവുമെങ്കിൽ അത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം കൂടി ചെറുതായിരിക്കില്ല. യെസ്, തീർച്ചയായും സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതമുണ്ട്. ഒപ്പം സജിത്ത്, ഇതിപ്പോൾ എപ്പോഴും ഉയർന്നു വരുന്നൊരു ചോദ്യം എന്നത് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുന്നില്ല, ഇതൊരു രാഷ്ട്രീയ ഒളിച്ചുകളിയാണോ എന്ന ചോദ്യം ഇപ്പോഴും ആവർത്തിക്കപ്പെടുകയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഉയർന്നു വന്നിട്ടുള്ള ആരോപണമാണ്. പിന്നീട് രാഹുൽ മാങ്കൂട്ടം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം വ്യാപൃതനായ സാഹചര്യം ഉണ്ടാകുന്നു. കണ്ണാടിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വ്യാപൃതനായിരുന്ന സമയത്താണ് ഈ യുവതിയുടെ പരാതി രംഗത്ത് വരുന്നത്. ആ പരാതിയിന്മേൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം, അതിനുശേഷം കോടതി അറസ്റ്റ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്ന സാഹചര്യം, അപ്പോഴാണ് അടുത്ത പരാതിയുമായി രംഗത്ത് വരുന്നത്. ഇതിനിടയിലും ഏതാണ്ട് 2 ആഴ്ചയാവുകയാണ്. ഇത്രയും നാൾ രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായി ഒളിച്ചിരിക്കാൻ സാധിക്കുന്നു, മറ്റുള്ളവരുമായി ബന്ധം പുലർത്തുന്നില്ല, ഫോൺ ഓണാകുന്നില്ല, ഇങ്ങനെയൊക്കെ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചു എന്ന മട്ടിലൊക്കെയുണ്ട്. അപ്പോൾ ആ സംശയം, അതായത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ നാളെയാണ് നടക്കാൻ പോകുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതുവരെ രാഹുൽ എന്ന വിഷയത്തെ അന്തരീക്ഷത്തിൽ നിന്നു അല്ലെങ്കിൽ നിർത്തി എന്ന് പറയുന്നതാണോ സാഹചര്യം? അഭിലാഷ്, ഈ സർക്കാർ അല്ലെങ്കിൽ CPM ഇടതുപക്ഷം നേരിടുന്ന ഒരു LDF നേരിട്ട ഒരു വലിയ വെല്ലുവിളി അല്ലെങ്കിൽ അവർ നേരിട്ട ഒരു രാഷ്ട്രീയ ആക്ഷേപം ഈ കേസിനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാക്കി നിർത്തുന്നതിന് വേണ്ടിയല്ലേ രാഹുലിന്റെ അറസ്റ്റ് ബോധപൂർവ്വം വൈകിപ്പിച്ചത് എന്ന ചോദ്യമാണ്. പക്ഷേ ഈ വൈകൽ രാഷ്ട്രീയ നിയമസാധ്യതയാക്കി മാറ്റാൻ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ആദ്യത്തെ കേസിൽ ആദ്യം സെഷൻസിലും പിന്നീട് ഹൈക്കോടതിയിലും നടത്തിയ നിയമനീക്കങ്ങൾ, അതിന് ലഭിച്ച സാവകാശങ്ങൾ, അതൊക്കെ ഈ ഒളിവിൽ നിന്നുകൊണ്ടാണ് സഹായിച്ചത്. ഒളിവിൽ നിൽക്കുമ്പോഴും അതിന് നിയമസഹായങ്ങൾ ലഭ്യമാവുന്നുണ്ട്, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നുണ്ട്. സംസ്ഥാനത്ത് ഒരു MLAക്ക് ഇങ്ങനെ ഒളിവിൽ നിൽക്കാൻ എങ്ങനെ കഴിയുന്നു, എന്തുകൊണ്ടാണ് പോലീസിന് പിടികൂടാൻ കഴിയാത്തത് എന്ന ചോദ്യം കൂടിയാണ്. ഒരുപക്ഷെ പ്രോസിക്യൂഷൻ, പോലീസ് ഈ ഒളിവിൽ നിൽക്കുന്നയാളെ പിടികൂടാതെ വരുമ്പോൾ സംസ്ഥാനത്തിന്റെ പോലീസ് സംവിധാനം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ ഒരു പഴികേൽക്കലിനും അപ്പുറം രാഹുൽ ഒളിവിൽ എന്ന വാർത്ത പുറത്തേക്ക് വരാൻ തന്നെയാണ് ഒരുപക്ഷെ സർക്കാർ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അതിന്റെ നീക്കം കൂടിയായി വേണം ഒരുപക്ഷെ ആ ആക്ഷേപം ശരിയെങ്കിൽ ആ രീതിയിൽ കൂടി നമുക്ക് വിലയിരുത്തുന്നതിൽ തെറ്റു തോന്നുന്നില്ല. എന്തായാലും ഇന്ന്